നമസ്കാരം. CPM-ന്റെ ബലാത്സംഗ വീരനെയൊന്നും അറസ്റ്റ് ചെയ്യേണ്ടതില്ലേ? SIT സംഘമൊന്നും ഉണരേണ്ടതില്ലേ? SIT സംഘത്തെ രൂപീകരിക്കേണ്ടതില്ലേ? ഇവിടെ പോലീസ് മൗനം പാലിക്കുന്നതായിട്ടാണല്ലോ കാണുന്നത്. കുറച്ച് നാൾ മുമ്പ് ഒരു യുവ MLA-യുടെ പേരിൽ ഒരു മെയിൽ പരാതി വന്നപ്പോൾ പോലും കൂടെ കേരള കേഡറിലെ IG റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ SIT സംഘം അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലുകൾ പോലും വളഞ്ഞ് പാതിരാത്രിയിൽ അറസ്റ്റ് ചെയ്ത് ഈ നാട് നീള പ്രദർശനം വെൽപ്പിച്ച കാര്യമൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് ഈ റാന്നിയിലെ ഒരു CPM ഏരിയ കമ്മിറ്റി അംഗവും മുൻ DYFI ബ്ലോക്ക് പ്രസിഡന്റുമായിട്ടുള്ള അലൻ മാത്യു ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പല പ്രാവശ്യം പലയിടങ്ങളിൽ കൊണ്ട് പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭം അലസിപ്പിച്ചു. അതിനുശേഷം അവരെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിക്കാതെ അവരെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തു. ജില്ലാ കളക്ടർ അത് SP ഫോർവേഡ് ചെയ്തു. SP അത് DYSPക്ക് അന്വേഷിക്കാൻ ഉത്തരവ് കൊടുത്തു. പക്ഷേ DYSP അത് മൂടിവെച്ചു എന്നുള്ളതാണ് ആക്ഷേപമായിട്ട് വന്നിരിക്കുന്നത്. മാസങ്ങൾ കഴിഞ്ഞു. അവസാനം നീതി കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്ത്രീ ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയതിനു ശേഷം, അതായത് റാന്നി മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലായതിനു ശേഷം മാത്രം പോലീസ് കേസെടുത്തുവെങ്കിലും ഈ അലൻ മാത്യു ഇപ്പോൾ ഒളിവിൽ ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ടാണ് ഈ അലൻ മാത്യുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തത് പോലീസിന്? SIT സംഘമൊന്നുമില്ലേ? ഇതിനെപ്പറ്റി പിണറായിസ്റ്റ് എപ്പോഴും മൗനം പാലിക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം പിണറായിസ്റ്റുകളുടെ കൂട്ടത്തിൽപ്പെട്ടവർ ആര് ബലാത്സംഗ കേസിലോ അല്ലെങ്കിൽ സ്ത്രീപീഡന വിഷയത്തിലോ ഉൾപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ട, അല്ലെങ്കിൽ അതൊരു ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ പിണറായിസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് അത് എടുത്തു കണ്ടുകൊണ്ട് അത്തരക്കാരെ പരമാവധി സംരക്ഷിക്കുക എന്നുള്ളത് അതൊരു പ്രത്യേക അജണ്ട തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ വ്യക്തമല്ലേ? എന്തുകൊണ്ട് ഇവിടുത്തെ നിങ്ങൾക്കറിയാമല്ലോ, രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന പീഡന പരാതികളെല്ലാം വെറും നിഴൽ പരാതികളാണെന്ന് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്ന കാര്യം നമുക്കറിയാവുന്ന. രാഹുൽ മാക്കൂട്ടത്തിനെ ഈ മേൽപരാതിയുടെ പേരിൽ പോലും കൂടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി അവിടെ തെളിവുകളെല്ലാം വിശദമായിട്ട് തെളിവുകളും മൊഴികളും പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത് നിങ്ങൾ ഈ പറയുന്ന പീഡനമൊന്നും ഇതിൻ്റെ 7 അയൽപ്പക്കത്ത് പോലുമില്ല. ഇത് ഇവർ സൗഹൃദപരമായിട്ടിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തെ ഇപ്പോൾ വക്രീകരിച്ച് ഇങ്ങനെ പീഡന ആരോപണ പരാതിയായിട്ട് വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കുന്നത് പോലും അല്ല എന്നുള്ള രീതിയിൽ കോടതി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു സംഭവം ആണ് എന്ന് അറിയാവുന്ന ഇവിടുത്തെ പ്രതിപക്ഷം എന്തുകൊണ്ട് ഈ അലൻ മാത്യുവിൻ്റെ കാര്യത്തിനകത്ത് ശക്തമായിട്ട് ഉന്നയിക്കുന്നില്ല? നിങ്ങൾക്ക് ഇലക്ഷനും തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ആണ് എന്നറിയാം. പക്ഷേ എങ്കിൽ പോലും കൂടെ നിങ്ങൾ നടത്തുന്ന ഈ പത്രസമ്മേളനങ്ങളിലൊന്നും ഈ അലൻ മാത്യുവിനെ എന്തുകൊണ്ട് ഇതുവരെയും ഈ പിണറായിസ്റ്റ് സർക്കാർ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഈ അലൻ മാത്യുവിനെ കണ്ടെത്താനായിട്ട് SIT സംഘത്തെ രൂപീകരിക്കുന്നില്ല? ഒരു IG റാങ്കിലോ അതും അല്ലെങ്കിൽ ഒരു ADGP റാങ്കിലോ ഉള്ള ഒരു ഉദ്യോഗസ്ഥ സംഘത്തെ എന്തുകൊണ്ട് നിയമിക്കുന്നില്ല എന്ന് എന്തുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷം ചോദിക്കുന്നില്ല? അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിണറായിസ്റ്റിനെ സംബന്ധിച്ച് അവർക്ക് ഇയാളെ സംരക്ഷിക്കുക എന്നുള്ള അവരുടെ അജണ്ടയിൽപ്പെട്ട കാര്യമാണെന്ന് നമുക്കറിയാം. എന്നതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിനകത്ത് ഒരു ഉത്സാഹമൊക്കെ കാണിക്കേണ്ടതില്ലേ? എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിനകത്ത് ഉത്സാഹം കാണിക്കാത്തത്? അത് വളരെ മോശമല്ലേ ഒന്നുമല്ലെങ്കിലും. അതായത് ഒരു സ്ത്രീയെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പോലെയുള്ള ഒരു പരാതിയല്ല ഇവിടെ എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പരാതിയുടെ തലനാരിഴ കീറി കോടതികൾ വരെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഈ പറയപ്പെട്ട പീഡനമോ ബലാത്സംഗമോ എവിടെയും നിൽക്കുന്നില്ലേ ഒരൊറ്റ കേസിൽ പോലും അത് വ്യക്തമായിരിക്കുകയാണ്. പക്ഷേ ഈ സ്ത്രീയുടെ കാര്യത്തിനകത്ത് അങ്ങനെയല്ലല്ലോ, അല്ലെങ്കിൽ ഈ പ്രതിയുടെ കാര്യത്തിനകത്ത് അങ്ങനെയല്ലല്ലോ. അതായത് ഈ പ്രതി ഇരയാക്കപ്പെട്ട ആ ഒരു സ്ത്രീ, ആ സ്ത്രീയെ സംബന്ധിച്ച് അവർ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന വോയിസ് ഇവിടെ ഓൾറെഡി പൊതുമണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞു. അതായത് പല പ്രാവശ്യം അത് ആ വ്യക്തിയായിട്ട് ഈ അലൻ മാത്യുവുമായിട്ട് അവർ സന്ധിച്ചിട്ടുള്ളതും അത് തന്നെയുമല്ല, ഈ അലൻ മാത്യുവിൻ്റെ പ്രേരണയിലാണ് അവരുടെ കുടുംബജീവിതം പോലും കൂടെ തകർന്നിരിക്കുന്നത്. അപ്പോൾ അലൻ മാത്യു കെട്ടിക്കൊള്ളാം അല്ലെങ്കിൽ വിവാഹം ചെയ്തു കൊള്ളാം എന്ന് വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയും അതിനുശേഷം ഗർഭചിത്രം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇയാൾ ഈ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറിയത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സ്ത്രീ പിന്നീട് ആത്മഹത്യക്ക് തന്നെ ശ്രമിച്ചിരിക്കുന്നത്. ഇത് ഒത്തിരി പഴയ സംഭവമൊന്നുമല്ലോ, ഇപ്പോൾ നിലവിലുള്ള ലൈവായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇത്രയും ഗൗരവമുള്ള ഒരു കേസിനകത്ത് പ്രതിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നത് തന്നെ
വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഈ കാര്യത്തിനകത്ത് രാഹുൽ മാക്കുട്ട വിഷയമായിട്ട് ഒരിക്കലും താരതമ്യപ്പെടുത്താവുന്ന ഒരു കേസേ അല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത്ര ഗൗരവം കൂടിയ കേസാണ്. ഈ റാന്നിയിലെ CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗവും മുൻ DYFI ബ്ലോക്ക് പ്രസിഡൻറ്റുമായ ഈ അലൻ മാത്യു ചേകോട്, ആ വ്യക്തിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്ത വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി ചായക്കോപ്പയിൽ വലിയ സന്ദേശമൊക്കെ പൊതുസമൂഹത്തിന് നൽകിയിരുന്നല്ലോ. അതായത് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്ന അതിജീവിതകൾക്കുള്ള ഒരു സന്ദേശം പൊതുസമൂഹത്തിൻ്റെ സന്ദേശമായിട്ട് കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി ചായക്കോപ്പയിൽ വലിയ സന്ദേശമൊക്കെ നൽകിയിരുന്നു. ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നുള്ള സന്ദേശത്തിന് പകരം ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് ചായക്കോപ്പയെ പോലെ എഴുതിയിരുന്നുള്ളൂ. അത് എനിക്ക് തോന്നുന്നത് ചിലപ്പം മുഖ്യമന്ത്രിയുടെ PR വർക്ക് ഒക്കെ ചെയ്യുന്ന കുറേ PhD ഡോക്ടറേറ്റ് ഒക്കെ ഉള്ളവരുടെയൊക്കെ ഇംഗ്ലീഷിൻ്റെ ഒരു പരിജ്ഞാനമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാനും ഇംഗ്ലീഷുകാരനൊന്നുമല്ല കേട്ടോ, പക്ഷേ ഞാനൊരു സാധാരണ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും അറിയാവുന്നവരോട് ചോദിച്ചു കഴിഞ്ഞപ്പം ശരിക്കുള്ള ഒരു വാക്ക് ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രി പിടിച്ച ചായക്കോപ്പയിൽ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നുള്ളതേ വന്നുള്ളൂ. എങ്കിലും വലിയ അർത്ഥ വ്യത്യാസമൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. ശരിയായിരിക്കാം, നമുക്കറിയാലോ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ PhD നമുക്കറിയാം. A.A. റഹീമിൻ്റെ ഒക്കെ ഇംഗ്ലീഷ് A.A. റഹീമാണെങ്കിലും അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ വലിയ ഡോക്ടറേറ്റൊക്കെ ഉണ്ടെന്ന് പറയുന്ന ചിന്താ ജെറോമിൻ്റെ ഒക്കെ ഡോക്ടറേറ്റ് ഇംഗ്ലീഷൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലാണോ ഇങ്ങനെയുള്ള ഇംഗ്ലീഷുകാരൊക്കെ ഉള്ളതെന്ന് ഇംഗ്ലീഷ് അറിയാവുന്നവർ പോലും ചിന്തിച്ച് പോകും എന്നുള്ള രീതിയിലുള്ള ഇംഗ്ലീഷുകാരായതുകൊണ്ട് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരക്കാരൊക്കെയാണുള്ള PR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ആൾക്കാരായിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ചേർന്ന് നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ തന്നെയല്ല, പത്രമാധ്യമ രംഗത്താണെങ്കിലും അങ്ങനെയൊക്കെയുള്ള ചില മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, ഭയങ്കര ഡിഗ്രിയൊക്കെ ഉണ്ടെന്ന് പറയുന്നവർ, ഞാനേ കണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന മാധ്യമ പ്രവർത്തകരുടെയൊക്കെ ചില ഒത്താശയോട് കൂടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പേരിൽ അവാർഡ് വരെ വാങ്ങിയെടുത്ത് സന്തോഷിക്കുന്ന അല്ലെങ്കിൽ നെഗളിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട്, നമുക്കറിയാം. ഇപ്പോൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ആ ഒരു വിഷയത്തിലാണെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി വളരെ ആർജവത്തോടു കൂടി ശരിക്ക് ഹൈപ്പ് ചെയ്തുകൊണ്ട് തന്നെ വാർത്തകളിൽ അത് പബ്ലിസിറ്റി ചെയ്യുന്ന ഒരു വാർത്താ മാധ്യമ ചാനലുകളൊന്നും ഈ അലൻ മാത്യുവിൻ്റെ കാര്യത്തിനകത്ത് കാര്യമായിട്ട് എവിടെയും പറഞ്ഞു കേൾക്കുന്നില്ല. അലൻ മാത്യുവിനെ കിട്ടിയിട്ടില്ല എന്ന് പോലും പറയുന്നില്ലല്ലോ. രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഒരു വിഷയത്തിനകത്ത് നേരത്തെ ഒരു മുൻകൂർ ജാമ്യം എടുക്കാനായിട്ട് നിന്നിരുന്ന സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾ 10 മിനിറ്റ് ഇടപെട്ട് ഭയങ്കര ബിഗ് ബ്രേക്കിംഗ് ആണെന്നുള്ള കൊടുത്തുകൊണ്ടിരുന്നു. അതിനേക്കാളും 10 ഇരട്ടി ഗൗരവമുണ്ട് എന്ന് വരുന്ന ഈ കേസിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രതിയെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് പോലും കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ശരിക്കും പറഞ്ഞാൽ മാധ്യമപ്പണിയാണോ ചെയ്യുന്നത് അതോ മാമാപ്പണിയാണോ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ഇവിടെ പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ശരി, ഈ ഒരു കാര്യത്തിനകത്ത് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ ഒരു ഇടപെടലൊന്നും കാണുന്നില്ല. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ CPM നേതാക്കൾ നടത്തിയ ഒരു വിവാഹ മാമാങ്കത്തെ പറ്റിയാണ്. അതായത് ഒരു കുംഭമേളയിലെ ഒരു നായികയായിരുന്ന മൊണാലിസ, അന്ന് ഒരു 15 വയസ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ സൗന്ദര്യം കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതോ ഒരു യൂട്യൂബർ ആ കുട്ടിയുടെ ഫോട്ടോ എടുത്ത് പബ്ലിക്കിലേക്ക് ഇട്ടു, അവർക്ക് കുറച്ച് പബ്ലിക്കിൻ്റെ നിന്നും നല്ലൊരു ഓഫറോ അല്ലെങ്കിൽ നല്ല സിനിമയിലേക്കൊക്കെ ഉള്ള ചാൻസ് കിട്ടി. അങ്ങനെ ആ കുട്ടി ഇത്തിരി ഫേമസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടിയെ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് കല്യാണം നടത്തിയതിനകത്ത് മുഖ്യ കാർമ്മികരായിട്ട് നമ്മുടെ ഇവിടുത്തെ CPMൻ്റെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള സ്റ്റേറ്റ് സെക്രട്ടറിയായ MV ഗോവിന്ദനും അതുപോലെ തന്നെ മന്ത്രിസഭയിലെ ഒരു പ്രധാന അംഗമായ V ശിവൻകുട്ടിയും അതുപോലെ തന്നെ CPMൻ്റെ രാജ്യസഭാ മെമ്പറായ AA റഹീമും കൂടി ആ ഒരു കല്യാണം നടത്തി കൊടുത്തതിനെപ്പറ്റി ഇപ്പോൾ കൃത്യമായിട്ട് അന്ന് തന്നെ ഇതിനെപ്പറ്റി ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കാരണം ഇതൊരു ശൈശവ വിവാഹമാണ്, അതുപോലെ തന്നെ ഇത് പോക്സോ കേസിൽ ഉൾപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ വന്നിരിക്കുന്നു. അതായത് മധ്യപ്രദേശ് പോലീസ് ഓൾറെഡി കേസെടുത്ത് കഴിഞ്ഞു. കാരണം ആ കുട്ടിയുടെ വിവാഹം നടത്തിയിരിക്കുന്ന നിയമവിരുദ്ധമാണ്. ആ കുട്ടി 18 വയസ്സ് തികഞ്ഞിട്ടില്ല. ആ കുട്ടിയുടെ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റ് പുറത്തു വന്നിട്ടുണ്ട്. 30/12/2009 5 PM ആ കുട്ടി ജനിച്ചിരിക്കുന്നതായിട്ട് മധ്യപ്രദേശ് സർക്കാരിൻ്റെ രേഖയിലുള്ളത്. അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ മണ്ഡലേശ്വർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ കുട്ടി ജനിച്ചിരിക്കുന്നത്.
അപ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ 16 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടീനെയാണ് 18 വയസ്സ് പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ CPM നേതാക്കൾ ഇതുപോലെ അത് മുഹമ്മദ് ഫർമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ അന്ന് തന്നെ പൊതുസമൂഹം സംശയിച്ചിരുന്നു. അതായത് മധ്യപ്രദേശിലുള്ള ഇങ്ങനെ ഒന്നും എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകുട്ടീനെ UP-കാരനായ മുഹമ്മദ് ഫർമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ രജിസ്റ്റർഡ് മാരേജ് ചെയ്തു കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു ഗ്രൂപ്പ് കളിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കേരളത്തിൻ്റെ ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവും അതുപോലെ ഭരിക്കുന്ന സർക്കാരിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട മന്ത്രിയും അതോടൊപ്പം തന്നെ ആ മുന്നണിയിൽപ്പെട്ട രാജ്യസഭാ മെമ്പറും ഇതിന് കാർമ്മികത്വം വഹിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പൊതുസമൂഹം ചോദിച്ചിരുന്നു. അത് എന്താണെങ്കിലും ശരി, അതിനിപ്പോൾ പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വരും. നമുക്കറിയാം കേരളത്തിൽ പോലും കൂടെ അതിനെതിരെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ പിണറായിസ്റ്റ് സർക്കാർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് കേരള പോലീസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഇത്രമാത്രമേ ഉള്ളൂ എന്നുള്ളതൊക്കെ നമുക്കറിയാം. അവർക്ക് പിണറായിസ്റ്റുകൾക്ക് വിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തെ പോലുള്ളവർക്കൊക്കെ എതിരെയുള്ള കേസൊക്കെ ആണെങ്കിൽ അവർ പാഞ്ഞ് നടന്ന് അന്വേഷിച്ച് തേടിപ്പിടിച്ച് പതിരാത്രിയിലാണെങ്കിൽ കണ്ടുപിടിക്കുക, അറസ്റ്റ് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും എന്നറിയാം. പക്ഷേ ഈ ശൈശവ വിഭാഗം അല്ലെങ്കിൽ പോക്സോ കേസിൽ പ്രതിയാകുന്ന കേസിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നവരുടെ പേരിൽ നടപടിയെടുക്കാനായിട്ട് ഒരു കാരണവശാലും ഇവിടുത്തെ സർക്കാർ സംവിധാനം അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് സംവിധാനം തയ്യാറാവില്ല. കാരണം ഇതിൻ്റെ മുന്നണിയിൽ നിന്നിരിക്കുന്നത് തന്നെ ഈ പിണറായിസ്റ്റ് മന്ത്രിസഭയിലെ തന്നെ ഒരു മന്ത്രി, ഈ പറഞ്ഞ സ്റ്റേറ്റ് സെക്രട്ടറിയും MP-യും ഒക്കെ ആയതുകൊണ്ട് തന്നെ. പക്ഷേ മധ്യപ്രദേശിൽ ഓൾറെഡി ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കേസ് കൊടുക്കുകയും ആ കേസ് അവിടെ രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ പേരിൽ നടപടികൾ വരുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കേരളം ഇങ്ങനെ ഈ തീവ്രവാദികളുടെ ഒരു ഈറ്റില്ലമായിട്ടും അല്ലെ മാഫിയകളുടെ ഒരു ഈറ്റില്ലമായിട്ടും അതുപോലെ തന്നെ കൊടും ക്രിമിനലുകളുടെ ഒരു ഈറ്റില്ലമായിട്ട് മാറുന്നു എന്നുള്ളൊരു പൊതു ധാരണ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്, ഇവിടെ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിനകത്ത് കൂട്ടുനിന്നവരൊക്കെ കുടുങ്ങുക തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ശരി, ഇതിനകത്ത് ഈ അലൻ മാത്യുവിനെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടി തികഞ്ഞ അലംഭാവമാണ് എന്നുള്ളത് പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. അത് പിണറായിസ്റ്റ് എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇത്തരം കൊടിയ പീഡകനെയൊന്നും ഒരു കാരണവശാലും അധികം ദിവസം മറച്ചു വെക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.